പ്രാക്ടീസ് രണ്ടാം ദിവസം മൊത്തം 3 ദിവസമായി. രണ്ടാം ദിവസം മാളവി എത്തിയിട്ടുണ്ട്. മാളവിയുടെ ഡാൻസൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മാളവി നമസ്കാരം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയായിട്ട് പോന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിലാണ് വന്നത്. കാരണം എനിക്ക് ഓൾറെഡി നമ്മളിങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസം എനിക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അത് പോസ്റ്റ്പോണ്ട് ആയപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ചേട്ടാ ഞാൻ അവൈലബിൾ ആണ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാബുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് വരികയായിരുന്നു. ബട്ട് എന്താ പറയുക, അതിൻ്റേതായ രീതിയിൽ തന്നെ പോകുന്നു കാര്യങ്ങളൊക്കെ. എല്ലാവരും അടിച്ചു പൊളിച്ച് പ്രാക്ടീസിങ് ആണ്. തീർച്ചയായിട്ടും നമ്മളൊരു ഗംഭീര പരിപാടി കാഴ്ചവെക്കാൻ പോകല്ലേ, അപ്പോൾ അതെന്തായാലും പ്രാക്ടീസ് ഇല്ലാണ്ട് നന്നാവില്ലല്ലോ. ഉറപ്പാണ്. എത്ര ഡാൻസ് ഉണ്ട്? ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ഒരെണ്ണമുണ്ട്, പ്രസന്ന മാസ്റ്ററുടെയിൽ ഒരെണ്ണം, പിന്നെ ശ്രീജിത്തേട്ടനിലും ഒരെണ്ണം കൂടിയാണെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി വേണം മുകളിലത്തെ ഫ്ലോറിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ എന്താണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് എനിക്ക് അറിയില്ല. മമ്മൂക്കയുടെ ട്രിബ്യൂട്ടിലേക്കുള്ള പാട്ടാണെന്ന് മാത്രം അറിയാം. അത് ഗംഭീരാവുമല്ലോ. ഗംഭീരാക്കണ്ടേ? മാഷിനെ വിളിക്കണ്ടേ? അപ്പൊ ഞാൻ എന്താണ് പറയുന്നതെന്നായിട്ട് എന്താ പറയുന്നത്? ചോദിച്ചോട്ടെ. ഇന്നലെ അസീസിക്കായിരിക്കുമ്പോ കൂടെ വിളിച്ചു, പിന്നെ ഒരു തവണയും കുടിച്ചു. ഇപ്പോൾ ഞാനെന്താ കോ-ആങ്കറാണോ? അതെന്താണെന്നറിയോ, മാസ്റ്റർ കയറുമ്പോ ഒരു ഓളം ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും എല്ലാവരും ഇങ്ങനെ വരാൻ പറയണം. മനസ്സിലായില്ലേ? ഓളം അല്ലേ? അതല്ലേ ഇവളുടെ സ്പെഷ്യാലിറ്റി അറിയാമോ? 5 സെക്കൻഡ് 25 എക്സ്പ്രഷൻ ഇടും. നവരസം തന്നെ 9 ഉള്ളൂ, ഇവളുടെ അടുത്ത് 25 രസമുണ്ട്. ഡയറക്ടേഴ്സ് ആരെങ്കിലൊക്കെ കേട്ടുകഴിഞ്ഞാൽ പടപടന്ന് മാറും. ഇപ്പൊ തന്നെ കേട്ടോ രണ്ടിടം മാറി. ക്ലോസ് കൊടുത്തോട്ടെ ഈ പറയുമ്പോ തന്നെ. മാസ്റ്ററെ കുറിച്ച് അല്ല കറക്റ്റ് പറഞ്ഞാണ്. അത് ഇപ്പൊ ഒരു ഗുണമല്ല. കുറെ ഡയറക്ടർമാരെ നല്ല രീതിയിൽ എടുക്കണം എല്ലാം, അത്രേ ഉള്ളൂ. നല്ല രീതിയിൽ എടുക്കണം. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ പ്രാക്ടീസ് നടക്കല്ലോ. മാളവിക എന്തായാലും മത്സരത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല. മാസ്റ്റർ ജഡ്ജിനിരിക്കുമ്പോൾ പങ്കെടുത്തില്ല. ഇപ്പൊ റംസാൻ ആണെങ്കിലും സാക്ഷികാണൊക്കെ വന്നിട്ടുണ്ട്. മാളവിയുടെ പെർഫോമൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. മാളവിക മോസ്റ്റ് വാണ്ടഡ് ആർട്ടിസ്റ്റ് അല്ലേ കേരളത്തിൽ? എല്ലാ സ്റ്റേജ് ഷോയിലും ആദ്യത്തെ പേര് വരുന്നത് ലിസ്റ്റ് മാളവിക ആയിരിക്കും. മാളവിക വേണം. സോ ഭയങ്കര ഡിമാൻഡാണ്. നല്ല പെർഫോമറാണ്, വെരി ഗുഡ് പെർഫോമറാണ്. ഞാൻ വെറുതെ വെച്ച് ഇട്ടതാ. അല്ല ഞാനേ പറയാം ഞാൻ പറയാം വെറുതെ എന്ന് പറഞ്ഞില്ല. ഞാൻ പറയാം മാളവി എനിക്ക് വൈകിട്ട് ബിരിയാണി മേടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ത്രാസല്ല. തീർച്ചയായിട്ടും നമ്മൾ കാണുകയും ചെയ്തു. ഇന്നലെ ഞാൻ കണ്ടിരുന്നു. ഗംഭീരമായിട്ട് പെർഫോമൻസ്. മാഷ അവിടെ നിന്ന് കൈയടിക്കുന്നത് കാണുമ്പോൾ അറിയാലോ നമുക്ക്. മനുഷ്യ എല്ലാ ഡാൻസും വെച്ചിട്ട് പഠിപ്പിച്ചപ്പുറം മാറി നിന്ന് ഫൈനൽ കാണുമ്പോൾ മാറി നിന്ന് കൈയടിക്കുമ്പോൾ അറിയാം അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ്. ഇവൾ ഓൾറെഡി ഇവൾ ഒരു തവണ കണ്ടിട്ട് ഒരു ഷോല് ഇങ്ങനെ ശരിയായിട്ട് വന്നില്ല പറഞ്ഞ് ഞാൻ ഒച്ചയും വെച്ചിട്ടുണ്ട്. അതല്ലേ അമ്മ മഴവില് നീ അമ്മ മഴ നമ്മുടെ ടീമിലുണ്ടായിരുന്നു, വേറെ ടീമില് എല്ലാവരും ഒച്ച വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുന്ന നിങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനല്ല, ആൾ മാറിയതാ. അതൊക്കെയാണ് മാസ്റ്റർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കോർഡിനേഷൻ ആണല്ലോ എന്തായാലും. ഇപ്പോൾ മാസ്റ്റർ നമുക്ക് ഏത് മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു സീക്കിങ് നമുക്ക് തരുമ്പോൾ ആ ഒരു നമ്മൾ അത് ലേൺ ചെയ്യാണ് അവരിൽ നിന്ന്. അവരെന്താണോ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ കടമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മാളവി ഡാൻസും കാര്യങ്ങളും കൊണ്ട് ഇഷ്ടം പോലെ ഇനാഗ്രേഷൻ ഉണ്ട്. മാളവി അഭിനയിക്കുന്നതിന് കൂടുതൽ ഇനാഗ്രേഷൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അത് നന്നായി പോകണം. ഇല്ല, നമുക്ക് അല്ല ഞാൻ ഇനാഗ്രേഷൻ ഗംഭീരമായിട്ട് പോകുന്നുണ്ടോ? പല ഇതും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഫീൽഡിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇനോഗ്രേഷൻസും അത് വർക്ക്സും കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അഭിനയിക്കുന്നില്ലെങ്കിൽ നമ്മളെ അറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എല്ലാവരും ആക്റ്റീവാണ്. ഇപ്പോൾ അഭിനയിക്കാത്തവരും ആക്റ്റീവാണ്. അഭിനയിക്കുന്നവരെക്കാൾ കൂടുതൽ ആക്റ്റീവാണ് പല ആൾക്കാരും. റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള പല ആൾക്കാർക്കും ഇപ്പോഴും ലൈം ലൈറ്റിലെ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഭാഗ്യം ടച്ച് വുഡ് അതിപ്പോൾ എനിക്ക് ഓഫേഴ്സ് വരുന്നതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് മറ്റുള്ള വർക്ക്സും വിളി വരുന്നത്. അല്ലെങ്കിൽ ആരറിയുക, എത്രയോ പേരുണ്ട് അങ്ങനെ. നമുക്ക് ഓരോ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിൽ സന്തോഷം. അത്
ഭംഗിയാക്കാൻ ഞാൻ നോക്കാറുണ്ട്. അത്രയും അല്ല എനിക്ക് തോന്നുന്നു മാളവിക എല്ലാവരുടെയും കൂടെ അഭിനയിക്കുന്നത് അല്ലേ, ലാലേട്ടൻ സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒരു ഭാഗ്യം. അതെ, എല്ലാവരും കൂടെ അഭിനയിച്ചു, അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് മാളവിയുടെ ജീവിതത്തിൽ കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാനൊന്നും ആഗ്രഹിക്കുക ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. അപ്പോൾ അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തേടി വരുമ്പോൾ വൈ നോട്ട് ചെയ്യല്ലേ വേണ്ടേ. ഇപ്പോൾ ഷോ വരുമ്പോഴും മാളവിയുടെ പേര് വരുന്നുണ്ടല്ലോ, അതും ഒരു ഭാഗ്യമല്ല. ഇപ്പം അമ്മയുടെ ഷോ നടത്താലും ഇപ്പം നിർമ്മാതാക്കളും അമ്മയും കൈ കൊടുക്കും, അവിടെ മാളവിയുടെ പേര് വരികയാണ്. നല്ലൊരു പെർഫോമൻസ് ആയതുകൊണ്ട് മാത്രമായതുകൊണ്ടാണ് ഈ പേര് വരുന്നത്, അല്ലെ പേര് വരില്ല. അല്ല അപ്പം നമുക്ക് 7-ാം തീയതി ഖത്തറിൽ ഖത്തറിൽ കാണും, അടിച്ച് പൊളിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.